ഓർക്കണം, ഇത് ജാൻവിയുടെ കഥാപാത്രം 100% മലയാളിയാണ്. ഫസ്റ്റ് ജാൻവി വാ തുറന്നിട്ട് പറയുന്ന ആദ്യത്തെ ഡയലോഗ്, നിങ്ങൾ എന്തിനാ വന്നേ, നിങ്ങൾ എന്തിനാ വന്നേ. നിങ്ങൾ ട്രെയിലർ കണ്ടു കാണല്ലോ, എന്ത് മലയാളം പറയുന്നേ. നിന്നെ മലയാളം പഠിപ്പിച്ച മാഷ എനിക്കൊന്ന് കാണണം. പിന്നെ റേഞ്ച് ഇല്ല പറഞ്ഞ് ഇദ്ദേഹത്തെ പിന്നെ തെങ്ങിന്റെ മണ്ടയിൽ കയറ്റി വിടുന്നു. ഓ അത് ഭയങ്കരം തന്നെ അല്ലേ. അപ്പൊ ജാൻവിയൊക്കെ തെങ്ങിന്റെ മണ്ടയിൽ വലിഞ്ഞു കയറുന്നുണ്ട്. അതായത് ഇവിടെ കേരളത്തിലെ സ്ത്രീകളൊക്കെ ഫുൾ ടൈം തെങ്ങിന്റെ മുകളിലാണ്. എന്നൊക്കെ ധരിച്ചിട്ട് എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റാ. ചുമ്മാ തെങ്ങിന്റെ മണ്ടയിൽ കയറിപ്പോ എല്ലാ ആൾക്കാരും. പിന്നെ റേഞ്ചില്ലാത്ത സ്ഥലമാണോ കേരളം? എനിക്ക് തോന്നുന്നില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അയ്യോ, ജാൻവിയുടെ കഥാപാത്രം മലയാളം പോലെ എന്തോ ഒരു ഭാഷ മലയാളം പോലെ പറയുന്നു. വരുന്നു രഞ്ജി പണിക്കര്, കൈരളി, കളരിക്കാരൻ, ഭാർഗവൻ നായർ. ഇദ്ദേഹം വന്നിട്ട് രഞ്ജി പണിക്കർ ഓൾറെഡി ഫുൾ എയർ ആണല്ലോ, എയറിലാണ് ഉണ്ടാവുക, എയർ പിടിച്ചിട്ട്. ഉറുമി വീശാൻ അറിയാത്ത മണ്ണുണ്ണി പോയിട്ട് ഉറുമി എടുത്ത് വീശിയിട്ട് ഉറുമി റിട്ടേൺ അടിക്കല്ലോ, ഷോൾഡറൊക്കെ മുറിയും. മുറിഞ്ഞു കഴിഞ്ഞപ്പോഴേ മുറികൂട്ടി. ദാറ്റ്സ് എ നോസ്റ്റാൾജിയ ഫോർ മീ. കാരണം ചെറുപ്പത്തിൽ മുറിഞ്ഞ സമയത്ത് സ്ഥിരാക്കുന്ന സാധനം പലർക്കും അറിയാം. ഈ മുറികൂട്ടി അവന്റെ ചെടിയാണ്, അത് അതിന്റെ നീര് പിഴിഞ്ഞിട്ട് മുറിയിലാക്കും. ഇതിൽ പക്ഷേ ജാൻവി പറയുന്നത് മൂരിക്കുട്ടി മൂരിക്കുട്ടി. ഇത്രയും നാളായിട്ട് മലയാളം ശരിക്കും പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ വേണു നായർ. എന്തൊരു മിട്ടഫ്, എന്തൊരു മിട്ടഫ്. ഹലോ ടെസ്റ്റിംഗ്, ഇതൊക്കെയാണല്ലോ. ചോദിക്ക, മലയാളിയായിട്ടുള്ള നായരായിട്ടുള്ള വേണു ചോദിക്ക, എന്തൊരു മിട്ടഫ്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ എന്താ ഒരു മൂഡ് ഓഫ് എന്ന് ചോദിക്കുന്നത് ആരോട്? സുന്ദരിയിലോട്. ഡെലിവിഷൻ വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ല. ഓണക്കളി എന്ന് പറയുന്ന സമയത്ത് വട്ടലം, എന്താ വട്ടലം നോക്കുമ്പോ എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? മറ്റേ വടത്തിനെ പറയുന്നേ വട്ടലം, വെട്ടല എന്നും പറയാത്ത ഭാഗ്യം. എന്റെ ജയ്സ, ഹോ മതിയായി.